ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാറിൻ്റെ ചാർജർ MPPT സെപ്പറേറ്റ് വെച്ചതിന് ശേഷം സോളാറിന് ഇൻവെർട്ടർ കൊടുത്ത് നമുക്ക് എങ്ങനെയാണ് ലൈനിൽ കറക്റ്റായിട്ട് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് സോളാറിൽ ഇൻവെർട്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 165 ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 800 ആണ് വരുന്നത് മാക്സിമം വോൾട്ടേജ് വരുന്നത്. മാക്സിമം വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന 800 വാട്ട്സ്. 1000 വാട്ട്സാണ് കമ്പനി പറയുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു 800 വാട്ട്സ് വരെ മാക്സിമം യൂസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ് വിത്ത് UPS ആണ് വരുന്നത്. അതായത് ആ സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ പോലും സിസ്റ്റം ഓഫായി പോകാതെ അത്രയും മൈന്യൂട്ടഡ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതായത് ഡിലേ ഇല്ലാതെ 165 ആണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് C10 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോളാറിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, C10 ബാറ്ററിയാണ് കൊടുക്കേണ്ടത്. ഇത് MPPT ആണ് കൊടുത്തിരിക്കുന്നത്. 12 വോൾട്ട് ടു 24 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന, അത് പാനലിൻ്റെ അനുസരിച്ചിട്ട് 12 വോൾട്ടിൻ്റെ പാനൽ 24 വോൾട്ടിൻ്റെ പാനലും കൊടുക്കാം. 26 ആംപിയർ വരെ മാക്സിമം കൊടുക്കാവുന്ന MPPT അത് വന്നിട്ട് ചാർജ് കൺട്രോളർ. ഇനി അത് കറക്റ്റ് വർക്കിംഗ് ഒന്ന് നോക്കാം. മാനുവൽ ഓട്ടോ ഉണ്ട്. അതായത് MPPT നമുക്ക് ഇതിൻ്റെ അകത്ത് മാനുവൽ ഓട്ടോ സിസ്റ്റം. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സപ്ലൈ ലൈൻ വോൾട്ടേജ് നേരെ വരുന്നത്, അതായത് ഇൻവെർട്ടറിൻ്റെ ഇന്ന് വരുന്നത് നേരെ MPPTയിലേക്കാണ് വരുന്നത്. MPPTയിൽ നിന്ന് ഒരു ഔട്ടാണ് നേരെ കൺട്രോളിങ്. അതായത് MPPTയിലാണ് AC കൺട്രോൾ ചെയ്യുന്നത്. അതായത് KCB ചാർജിങ്ങും വോൾട്ടേജും കൺട്രോൾ ചെയ്യുന്നത്. അതായത് നേരെ കൺട്രോൾ ചെയ്തതിന് ശേഷം നേരെ വന്ന് നമ്മൾ ഈ പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മളവിടെ MPPTയുടെ കണക്ട് ചെയ്ത് വന്നതിന് ശേഷം ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത് ഇൻവെർട്ടറിൻ്റെ ഇന്നിലാണ് കണക്ട് ചെയ്യുന്നത്. ഫേസ് ഇന്നും ന്യൂട്രലും എർത്തുമാണ് വരുന്നത്. പിന്നെ ഇതിൽ നിന്നാണ് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത്. ഇതിൽ നിന്ന് സെപ്പറേറ്റ് നേരെ DBയിലേക്കാണ് പോകുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ സോളാറിൽ ഫുൾ ചാർജ് അല്ലെങ്കിൽ സോളാറിൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോളാറിൽ നിന്നും ഡയറക്റ്റായിട്ട് നമ്മുടെ മോഡ് കറക്റ്റായിട്ട് കിടക്കണം. കാണിച്ചു തരാം. കണ്ട, ആ സോളാറിൻ്റെ മോഡ് നമ്മൾ താഴേക്ക് ഒരു സ്വിച്ച് ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് താഴേക്ക് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ സ്വിച്ച് സോളാർ മോഡും ഉണ്ട്, KCB മോഡും ഉണ്ട്. അതായത് വെയിലില്ലാത്ത സ്ഥലം ചില സമയങ്ങളിലൊക്കെ വരും. മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആവില്ല. അപ്പോൾ നമുക്ക് KCBയിലേക്ക്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മാസത്തിൽ 2 തവണയൊക്കെ KCBയിൽ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് ആംപിയർ കുറവാകുന്ന സമയത്ത് ചിലപ്പോൾ അത് ബാറ്ററീനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 2 പ്രാവശ്യമെങ്കിലും KCBയിൽ ചാർജ് ചെയ്യുക. അത് ആംപിയർ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങളെ. ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ കാണിക്കുന്നത് 12.3 വോൾട്ട് ബാറ്ററി. AC ഇന്ന് നമ്മൾ 217 കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് സോളാറിലാണ്. കാരണം കണ്ട, സോളാർ ചാർജിൽ നമ്മൾ ആ സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. നേരെ സോളാറിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. KCB അവിടെ ബ്ലോക്കായിട്ട് നിൽക്കായിരിക്കും. അങ്ങനെയാണ് നമുക്ക് കറണ്ട് ആവശ്യം മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ സിസ്റ്റം മാറി നമ്മൾ മാറ്റി KCBയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ KCBയിൽ നിന്നായിരിക്കും ബാറ്ററി ചാർജ് ആവുന്നത്. അപ്പോൾ ആ സ്വിച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ സ്വിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് ഇപ്പോൾ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മോഡ് കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചു തരാം. AC നേരത്തെ കണ്ട പോലെ തന്നെ. ഇനി അതിൻ്റെ മോഡ് നോക്കിക്കോ. AC ഇന്ന് 215 വോൾട്ടാണ് നമ്മൾ വരുന്നത്. ഇന്ന് വരുന്നത് ചാർജിങ് മോഡ് 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് KCB മോഡാണ്. നേരത്തെ നമ്മൾ സോളാർ മോഡാണ് നേരത്തെ കാണിച്ചത്. ഇതിപ്പോൾ ചാർജിങ് മോഡിലേക്കാണ് വരുന്നത്. അപ്പോൾ KCBയിൽ ചാർജ് ആവുകയാണെങ്കിൽ നോർമൽ ലെവലിൽ ഇൻവെർട്ടർ നമ്മുടെ സോളാർ വെച്ചുകൊണ്ട് വലിയ ഗുണമില്ല. കാരണം ഫുൾ ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നത് KCBയിലേക്കാണ്. അപ്പോൾ സോളാറിൽ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് സോളാറിൻ്റെ പാനലിൽ നിന്ന് ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MPPT കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ചാർജ് ആവുന്നത്, നമ്മൾ ഈ MPPT എന്തിനു വേണ്ടിയിട്ടാണ് ഇൻപുട്ട്, അതായത് KCB ഇൻപുട്ട് ഈ MPPT വഴി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കാരണം അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈ ലെങ്തി ആയിപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന ഒരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.